അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇതിൽ CPM-നെ എന്തിനു കുറ്റം പറയുന്നു എന്ന് ചോദിച്ചതിൻ്റെ മറുപടി അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ വാസുവിൻ്റെ കാര്യമെടുത്താൽ ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പതിച്ചതിന് രേഖയില്ല എന്നാണ് ഈ ജാമ്യാപേക്ഷ വാസു ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് എത്ര വലിയ കള്ളമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിലിമ, ഇപ്പം ജാമ്യാപേക്ഷയിൽ പോയപ്പോഴേ ഇപ്പം ഞാനത് പറയുന്നത് വെച്ചാൽ SITയുടെ അന്വേഷണം മോശമാണെന്ന് ഒരിക്കലും ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടില്ല. ഇത് ഇവർ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ വേറൊരു ബെഞ്ചിലാണ് പോയിട്ടുള്ള ഒരു ജാമ്യം എടുക്കാൻ വേണ്ടി. ഹൈക്കോടതി, കേരള ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചാൽ SITയുടെ അന്വേഷണം മോശമാണെന്ന് ഇപ്പം ആ ബെഞ്ച് ശ്രീ ജസ്റ്റിസ് മെഹറുദ്ദീൻ്റെ ബെഞ്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ തൊട്ട് നിങ്ങൾ പത്മകുമാർ ഇരുന്നിട്ടുള്ള 2 മെമ്പർമാർ KP ശങ്കരദാസും അഡ്വക്കേറ്റ് ഇത് ശശികുമാർ, വിജയകുമാറും അഡ്വക്കേറ്റ് വിജയൻ 2 മെമ്പേഴ്സിനെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്താത്ത എന്താണ് എന്നുള്ളത് നോക്കൂ. SIT അന്വേഷിച്ച് കാണുന്നേ, SIT ഇത് അന്വേഷിക്കാതിരിക്കൂ. ആ അന്വേഷണത്തിൽ ഈ 2 മെമ്പർമാരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. നമ്മൾ ഒരു അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അതിലിരിക്കുന്നു. ഇപ്പം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇന്ന് കോടതി ആ കാര്യത്തിൽ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു കൂട്ടുത്തരവാദിത്തമാണ് ബോർഡ് എന്ന് പറയുമ്പോൾ. ആ സമയത്ത് ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും മാത്രമല്ല, അതിൽ മറ്റുള്ളവരും ഉണ്ടായിരുന്നല്ലോ. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരാണ് അഡ്വക്കേറ്റ് വിജയകുമാറും KP ശങ്കർദാസും. ഇവരൊക്കെ CPM-നോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. KP ശങ്കർദാസ് സംസ്ഥാന പോലീസുമായി KP ശങ്കർദാസിനുള്ള ബന്ധം കൂടി അങ്ങേക്ക് അറിയാമല്ലോ. KP ശങ്കർദാസ് ഞാൻ പറഞ്ഞ അദ്ദേഹം CPM അല്ലല്ലോ, പ്രതിനിധി അല്ലല്ലോ. CPM-മായി വളരെ അടുത്ത ബന്ധമുണ്ടല്ലോ അദ്ദേഹത്തിന്. LDF-മായി അടുത്ത ബന്ധമുണ്ടല്ലോ. ഞാനും LDF-ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ CPM ആണോ? അല്ലല്ലോ. നിങ്ങൾ ഈ CPM-ന്റെ ബന്ധമെന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഇന്ന് ഒരു AO അറസ്റ്റ് ചെയ്തല്ലോ, ശ്രീകുമാർ. അദ്ദേഹം ആരാണ്? നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല. കാര്യം എന്നല്ല, എപ്പോഴും CPM-ന് അതെങ്കിൽ ഇടതുപക്ഷത്തിന് ക്രൂശിക്കേണ്ട എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ അതെല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു വേദന. ഞാൻ പറഞ്ഞത് ഇത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റുള്ളവർ ശിക്ഷിക്കപ്പെടണം. ഇപ്പം ഞാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഒരു പ്രസിഡന്റ് ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ 2 മെമ്പേഴ്സിനെ അന്വേഷിക്കാതെ ഇരിക്കുമോ എൻ്റെ നീലിമ? ഞാൻ താങ്കളായിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ കീഴിൽ 2 സതീഷ് വസന്ത്, ഈ അന്വേഷണ കാലയളവ് കൂടി വളരെ പ്രസക്തമാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സമ്മർദ്ദത്തിന്റെ ഫലമായി ഒരു തരത്തിലും ഇവരെ ഒഴിവാക്കാനാകില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് SIT അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അത് CPM-നുണ്ടാക്കിയ LDF-നുണ്ടാക്കിയ ഡാമേജ് എന്താണെന്ന് അങ്ങ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഡിസംബർ 5-ന് ശേഷം ഈ കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഈ കേസ് അന്വേഷണം നിശ്ചലമായ അവസ്ഥയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെച്ചത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കൂടുതൽ ഡാമേജ്, ഈ രാഷ്ട്രീയമായ ഡാമേജ് ഉണ്ടാകരുതെന്ന് CPM വളരെ കൃത്യമായി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അന്വേഷണം എത്താതിരുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. നീലിമ, ഇതെങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു ഡാമേജ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഡാമേജ് എന്ന് പറയുന്നത് എന്താണ്? CPM-ന് വലിയ ഡാമേജ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഇപ്പം ഇലക്ഷനിൽ നമ്മൾ തോറ്റാണ് നിങ്ങൾ ഡാമേജ് ആയിട്ട് വച്ചേക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മലപ്പുറവും കോഴിക്കോടും ആ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഡാമേജ് വന്നിട്ടുള്ളത്? അത് ക്ഷേത്രത്തിൻ്റെനോ അമ്പലത്തിൽ? നിങ്ങളിപ്പോൾ ഇപ്പോൾ തെക്കേന്ത്യയിൽ ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ ഹൈന്ദവ ജനവിഭാഗങ്ങൾ ഇല്ലെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. അയ്യപ്പ ഭക്തർ ഇല്ലെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് അപ്പൊ കേരളം ഒട്ടാകെ വിധി എഴുതി. അല്ല, ഞാൻ അല്ലല്ല നീലിമ, നിങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പാട്ടുകളും എഴുതി, നിങ്ങൾ എല്ലാം എഴുതി, നിങ്ങൾ ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പാട്ട് എഴുതിയത് UDF രാഷ്ട്രീയമായി ആ ഒരു ഗാനം എഴുതി അവർ രാഷ്ട്രീയ വിജയം കൊണ്ടു. അപ്പോൾ ആ പാട്ടിന് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുന്ന CPM-ആണ് ആ പാട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ കേസെടുക്കുന്ന സമീപനമൊക്കെ ഉണ്ടായത്. അപ്പോൾ പേടിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോകാതെ. അല്ലല്ല നീലിമ അങ്ങനെ പറയല്ലേ, നീലിമ അങ്ങനെ ഒരിക്കലും പറയില്ല. കാര്യം എന്താ വെച്ചാൽ CPM-ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നമ്മളെ ഈ കേസ് കൊണ്ട് കൊടുത്തത് നമ്മളാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? നിങ്ങളൊന്ന് നോക്കൂ.
CPM ആണ് കൊടുത്തത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ അല്ലെങ്കിൽ റൂൾസിൻ്റെ വിഘാതം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല നമ്മളാരാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളാണ് കേസ് കൊടുത്തത്. നിങ്ങൾ ചുമ്മാ ഇത് പറയില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എം സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി. അതിലേതെങ്കിലും വിധത്തിൽ നടപടി ഉണ്ടായോ? സ്വരാജ് മത്സരിക്കുന്ന സമയത്താണ്. അന്ന് സ്വരാജിനെതിരെ കേസെടുത്തോ? അല്ല ഞാൻ പറഞ്ഞിട്ട് സ്വരാജ് നിങ്ങൾ ഈ പഴയ കേസുകൾ എടുത്ത് വെച്ചോണ്ടിരിക്കല്ലേ. ഞാനിത് പറയുന്നത് ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് ഈ ഗാനത്തിനെതിരായിട്ട് കേസൊന്നും FIR നമ്മൾ FIR തന്നെ കോഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനത്തുള്ള ഇത് സംഭവം എന്തുകൊണ്ടാണ് അത് കൂടുതൽ തിരിച്ചടികളിലേക്ക് പോകരുത് എന്ന് തിരിച്ചടികളിലേക്ക് പോകുമെന്ന് മനസ്സിലായപ്പോൾ യു-ടേൺ എടുത്തതാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേസ് എടുത്താൽ പറയും അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണ്, അത് തിരിഞ്ഞാൽ പറയും നിങ്ങൾ U-ടേൺ എടുത്തെന്ന്. എങ്ങ് പോയാലും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പഴയ ഒരു അച്ഛനും മോനും കഴുതാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിപ്പം സന്ദർഭത്തിനനുസരിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് പറഞ്ഞാലും CPM-ൻ്റെ പേരിലും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പേരിലും നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ പത്മകുമാർ ആയിരുന്നാലും മുരാരി ബാബു ആയിരുന്നാലും അല്ലെങ്കിൽ വാസു ആയിരുന്നാലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഏതൊരു CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അതിൽ ഒരു കൈകാര്യം ചെയ്യില്ല. ഒരു സംശയവും വേണ്ട. നീലിമ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ പ്രസിഡൻ്റായിട്ടും മെമ്പേഴ്സായിട്ട് കൊടുക്കുമ്പോൾ അത് ജാഗ്രത കുറവുണ്ട്. അത് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അത് അനുഭവിക്കണം. അത് ഒരു സംശയമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ED അന്വേഷണത്തെ എതിർത്തത്? അല്ല, ED ഒരു അന്വേഷണം ഇവിടെ നോക്കൂ. നിങ്ങൾ ED അന്വേഷണം എടുത്തത് എവിടെയാണ്? കൊല്ലം വിജിലൻസ് കോടതിയിൽ ED ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് നൽകാൻ കഴിയില്ല എന്ന നിലപാട് SIT എടുത്തു. അങ്ങനെ SIT സ്വതന്ത്രമായ ഒരു നിലപാടൊന്നും അല്ലല്ലോ അക്കാര്യത്തിൽ എടുക്കുക. കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം, സർക്കാരിന്റെ നിർദ്ദേശം ഇതൊക്കെ പരിഗണിച്ചിട്ടാകുമല്ലോ SIT അത്തരത്തിലൊരു നിലപാട് വിജിലൻസ് കോടതിയിൽ എടുത്തത്. പക്ഷെ എന്തായാലും EDക്ക് രേഖകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്തിനാണ് EDയെ ഭയപ്പെട്ടത്? അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്, വെളിച്ചത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഉന്നതരിലേക്ക് അന്വേഷണം പോകരുത് എന്നുള്ള കൃത്യമായ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതുവരെ നിലയുറപ്പിച്ചത് എന്നാണ് ഇത് ഹൈക്കോടതി പറഞ്ഞു വെച്ചതിന്റെ സാരാംശം. അല്ല, ഞാൻ ഇതിലും ഒരു കാര്യം, ED ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഭയപ്പെടുത്തൊന്നും വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ബാക്കിയുള്ള കേരളത്തിൽ വന്നിട്ട് അങ്ങനെ ഭയപ്പെടുന്നുമല്ല. നിങ്ങളെ കേന്ദ്ര ഏജൻസി CBI വന്നല്ലോ, ED വന്നല്ലോ, പല ഏജൻസികളും കേന്ദ്ര ഏജൻസികൾ വന്നിട്ടുള്ളൂ.